ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞവർക്ക് ഞാൻ ഈ സാക്ഷ്യമായി സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന അതിശക്തമായ, വളരെ പെട്ടെന്ന് നമുക്ക് നടന്ന് അസാധ്യ കാര്യങ്ങൾ പെട്ടെന്ന് നടന്ന് സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടും കുറേ നടക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ആദ്യമായി ഞാനിത് യൂട്യൂബിൽ അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ നടത്തുന്ന ധ്യാനത്തിൽ ഞാനത് ഓൺലൈൻ യൂട്യൂബിലെ ഉള്ള പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട്. അതുവഴിയാണ് എനിക്കിങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയത്. അപ്പം അവിടെ അച്ഛൻ നടത്തുന്ന വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പ്രിപ്പറേഷൻ എന്ന നിലയിൽ തലേനാളിൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കുള്ള വിശുദ്ധ യൂദാസ്ലീഹായുടെ നോവേന ഞാൻ കേൾക്കുവാൻ ഇടയായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കൽ കൂടിയിരുന്നു. അന്ന് ഞാൻ സമർപ്പിച്ച ആ പ്രാർത്ഥനയാണ് ഇന്ന് സാക്ഷ്യമായി ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് ഞാൻ യൂദാസ്ലീഹായ്ക്ക് വിശുദ്ധന് മാധ്യസ്ഥ പ്രാർത്ഥനയിൽ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നരുളുന്ന രീതിയിൽ ഞാനത് വാക്ക് കൊടുത്തിരുന്നു. നമ്മളതിൽ വാക്ക് കൊടുത്തതിൻ്റെ പ്രകാരത്തിൽ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്നുള്ള വാഗ്ദാനം ഞാൻ ഇന്നിതാ ഈ ചാനലിലൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഈ പ്രാർത്ഥനകൾ ഫാദർ പറയുന്നത് കേട്ട് വ്യാഴാഴ്ച നോവേന എടുത്താലും മതി. ഇത് കേട്ട് എഴുതാൻ പാകത്തിനുള്ളവർക്ക്, കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ട് പ്രാർത്ഥിക്കാം. അത്ഭുത ശക്തിയുള്ള അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ യൂദാസ്ലീഹായ്ക്ക് മുന്നിൽ എൻ്റെ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടുള്ള സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്കൊരു 4 മാസത്തിൽ കൂടുതലായിട്ട് വിദേശത്തേക്കുള്ള യാത്രയിൽ, ജോലി സംബന്ധമായുള്ള യാത്രയിൽ എനിക്കതിൽ പോകാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന കുറേ സാഹചര്യങ്ങളുണ്ടായി. അതിന്മേൽ ഞാൻ വിഷമിച്ച് ഇങ്ങനെ യൂട്യൂബിൽ യാദൃച്ഛികവശാൽ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥനകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ യാദൃച്ഛികവശാൽ കണ്ടതാണ് അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ വയനാടുള്ള മാത്യു അച്ഛൻ്റെ ഷോർട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അതിനകത്തൂടെ ധ്യാനം കൂടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന വ്യാഴാഴ്ച ദിവസം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈശോയുടെ ആ ഒരു തിരുവചനങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് ഭൂമിയിൽ ഈശോയുടെ അനുഗ്രഹത്തിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ആ പുണ്യഭൂമിയിലെ ആ ശുശ്രൂഷ ചെയ്യുന്ന ആ ഫാദറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ അവിടെ ചെല്ലണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള സാഹചര്യങ്ങൾ ഒന്നും, എൻ്റെ സ്ഥലം ഒക്കെ പ്രശ്നങ്ങളാണ്, സാമ്പത്തികം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ സാക്ഷ്യം പറയാൻ പാകത്തിന് പറ്റിയ 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ അവിടെ ഇപ്പോൾ സ്കൂളുമൊക്കെ ഉള്ളത് കൊണ്ട് കുടുംബത്തോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും സ്കൂൾ വെക്കേഷന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം വേറെ അനുഗ്രഹങ്ങൾ ഈശോ തമ്പുരാൻ്റെത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഞാൻ പ്രാർത്ഥനയോടെ. അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയാം. അപ്പോൾ കുവൈറ്റിലേക്ക് പോകുവാനുള്ള എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സ്റ്റക്കായി കിടക്കുമായിരുന്നു ഒരു 4 മാസത്തോളമായിട്ട്. അപ്പോൾ എനിക്ക് വിസ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ കിടക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേറ്റ് കൃത്യമായി പറഞ്ഞാൽ 20-ാം തീയതിയുള്ള യൂദാസ്ലീഹയുടെ നോവേന ഞാൻ കേട്ടു, വ്യാഴാഴ്ച വൈകിട്ടുള്ള. അപ്പോൾ അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരു ബുക്കിൽ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഇനി അടുത്ത വ്യാഴാഴ്ച വരെ ഇത് ചൊല്ലി നോക്കാം, അപ്പോൾ പ്രാർത്ഥന എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന്. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചു. 7 ദിവസം പ്രാർത്ഥിച്ചതിൽ അടുത്ത വ്യാഴാഴ്ച എത്തുന്നതിന് മുന്നേ ചൊവ്വാഴ്ച ആയപ്പോഴേക്ക് തന്നെ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ ആ ഒരു വലിയ സാക്ഷ്യം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് യൂദാസ്ലീഹാ ഈ ലോകത്തിന് മുന്നിൽ എൻ്റെ ഈ ചാനൽ ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ കണ്ട് മഹത്വപ്പെടാനും, അവരൊക്കെ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടായി പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങൾ നടന്നാൽ ആ അനുഗ്രഹം എല്ലാവർക്കും അദ്ദേഹം നൽകിക്കൊണ്ട്, അനുഗ്രഹത്തെ വർഷിച്ചുകൊണ്ട്, ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹങ്ങളുള്ള പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എല്ലാവർക്കും. എനിക്ക് ലഭിച്ചതുപോലെ മറ്റുള്ളവർക്കും ഞാനിത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് യൂദാസ്ലീഹായ്ക്കുള്ള മാധ്യസ്ഥവും വിശുദ്ധ പ്രാർത്ഥനകളും ഞാൻ ഇന്ന് പാടി സമർപ്പിക്കുന്നു. ഒപ്പം അദ്ദേഹത്തോടുള്ള നന്ദിയും വാക്കും ഞാൻ പാലിച്ചുകൊണ്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇതുപോലുള്ള നിയോഗങ്ങൾ സാധ്യമാകട്ടെ. ഒപ്പം തന്നെ പിറ്റേ ദിവസത്തെ അനുഗ്രഹയിലുള്ള ധ്യാനം കൂടുവാനും അതുപോലുള്ള അസാധ്യ കാര്യങ്ങളൊക്കെ സാധിക്കാനും, ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുവാനും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുവാനും സാക്ഷ്യപ്പെടുവാനും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നിതാ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ഇന്ന് ഞങ്ങളെ
നയിക്കുന്നത് തന്നെ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറയാൻ ഒരവസരം കിട്ടുന്നത് ഏതാണോ അതിനെ മഹത്വപ്പെടുത്തി പറയുവാൻ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളും പ്രാർത്ഥനകളും ഞാൻ സ്വീകരിച്ച് എൻ്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ച് ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു ചാനൽ തന്നെ ഞാനത് തുടങ്ങിയിട്ടുണ്ട്. പ്രേയേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതെനിക്ക് വേറെ ഒന്നിനു വേണ്ടി ഞാൻ ചെയ്തതല്ല. ഞാനിത് സാക്ഷ്യം പറയണമെങ്കിൽ നമുക്ക് തക്കതായ കാര്യങ്ങൾ വേണം. നമ്മുടെ ആ പ്രസൻസ് അവിടെ പോയി വന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. നമുക്കൊരു കാര്യം പ്രാർത്ഥിച്ച് നിയോഗം സാധിച്ച് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അവിടെ പോയി നിന്ന് മൈക്കെടുത്ത് പറയാൻ പറ്റൂ. അപ്പോൾ എനിക്ക് അതിന് മുന്നേ തന്നെ മഹത്വപ്പെടുത്തണമെന്നും എനിക്കിതൊക്കെ എൻ്റെ സ്നേഹം അറിയിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തത്, ഈ എൻ്റെ പ്രേയേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങി. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ ക്രിസ്തു നിമിത്തം തുടങ്ങിയതാണ്. അല്ലാതെ എനിക്ക് യൂട്യൂബായിട്ട് സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരാളാണ്. അതൊക്കെ എൻ്റെ ഈശോ തന്ന അനുഗ്രഹമാണ്. അപ്പോൾ അതിൽ പ്രാർത്ഥനയായതിനാലാവാം ഷോർട്സ് എന്തുവായാലും എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല ഞാൻ നീങ്ങിയത്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ അത് ഇന്ന് സബ്സ്ക്രൈബറുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൽ കൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു ദുരുദ്ദേശങ്ങളും അതിലില്ല. അത് കംപ്ലീറ്റ്ലി ഡിവോഷണൽ ഓഫറിങ്ങിന് വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. എൻ്റെ ക്രിസ്തു എൻ്റെ രാജാവിനെ എനിക്ക് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം പ്രത്യേകിച്ച് എനിക്കറിയില്ല, ഈ പ്രാർത്ഥനകൾ അറിയില്ല, ബൈബിൾ അറിയില്ല, ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഫോളോ ചെയ്ത് വന്ന ഒരാളല്ല ഞാൻ. അപ്പം അതിനുവേണ്ടി എനിക്ക് അത്ഭുതങ്ങൾ തരുന്ന ദൈവത്തിനെ, എനിക്കിന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ എഴുതിയാലൊക്കെ ഞാൻ മറന്നുപോയാൽ പോലും എൻ്റെ ക്രിസ്തു അത് കേട്ട് അത് എഴുതിയത് വായിച്ച് മനസ്സിലാക്കി അതെനിക്ക് അതിനുള്ള ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് ഇന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അത് എല്ലാവർക്കും അത്ഭുതങ്ങളാണ്. പക്ഷേ എനിക്ക് മഹത്വപ്പെടുത്തണമെന്ന് എൻ്റെ സ്വന്തമായ താല്പര്യത്തിൽ ഞാൻ ചെയ്യുന്നു. ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുന്നു. അപ്പം അത് മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പരിചയമുള്ളവർക്കും അറിയാം ഇതിനെപ്പറ്റി വലിയ അത്ഭുതമല്ല അവർക്ക്. പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ഒരു വാക്ക് കാണുവാനോ കേൾക്കുവാനോ ഇടയായാൽ ഈ ഒരു പ്രാർത്ഥന ലഭിക്കുവാൻ ആർക്കെങ്കിലും ഇപ്പം എന്നെപ്പോലെ യാദൃച്ഛികമായി കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണിത്. എന്നും കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ മഹത്വം അറിയാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ചാനലിൽ ഇടുന്നതും ഇത് കാണാതെ യാദൃച്ഛികം വെച്ച് ആരെങ്കിലും കാണാനിടയായിട്ടുണ്ടെങ്കിൽ അവർക്കൊരത്ഭുതമോ അടയാളമോ ക്രിസ്തുവിൻ്റെ സംരക്ഷണമോ കരുതലോ ഉള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ നിയോഗത്തിൽ ആരൊക്കെയോ കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ചുമ്മാതെ ആർക്കും ചെന്ന് ആ സന്നിധിയിൽ എത്താൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇതിൽ വെച്ച് ഞാൻ മഹത്വപ്പെടുത്തുവാണ്. കാരണം ഞാൻ അങ്ങോട്ട് കയറി ഒന്നും ചെയ്ത ആളല്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ആളുമല്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ആളുമല്ല. ഇത് യാദൃച്ഛിക വച്ചാൽ എന്നെ ക്രിസ്തു തന്നെ നിയോഗത്തിൽ അടുപ്പിച്ചതാണ്. അതുകൊണ്ട് അത് എൻ്റെ കുടുംബത്തെയും ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്ന ആ വലിയ ദൈവത്തിന് മുന്നിൽ ഈ വിശുദ്ധ യൂദാസ്ലീഹ എന്ന് പറയും, എനിക്കറിയില്ല. യൂദാസ്ലീഹ ഒറ്റിക്കൊടുത്തവൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തിയവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാനും. പക്ഷേ മനസ്തപിച്ച് ക്രിസ്തു മരിക്കുന്നതിനേക്കാൾ മുന്നേ ആ മരണം ഒടുക്കിയ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനത് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഒരു അനുതാപം പോലെ ആയിപ്പോയി. കാരണം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ അദ്ദേഹം അത്രയും അറിഞ്ഞില്ല. ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. കാശിനോടുള്ള അമിത മോഹം കൊണ്ട് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കേണ്ടി വന്നപ്പോൾ ആ കാശ് വലിച്ചെറിഞ്ഞ് ദൂരേക്ക് കളഞ്ഞ് ആത്മഹൂതി ചെയ്ത ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ വിങ്ങലുകൾ ഞാനിന്ന് മനസ്സിലാക്കുന്നു. കാരണം ഞാനതിൽ വേദനിക്കുന്നു. കാരണം ഞാൻ അന്നും ഇന്നും എനിക്കറിയില്ല, ബൈബിൾ അറിയാത്ത ആളായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് യൂദാസ് ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ അത്രയും മഹത്വപൂർണ്ണനായി വിശുദ്ധനായി ക്രിസ്തു തന്നെ അരികിലേക്ക് സ്വീകരിച്ച് വിശുദ്ധ ശിഷ്യനായി ഏറ്റെടുത്തത് അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ആ സത്യങ്ങൾ അറിഞ്ഞതിൽ അനുതപിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്കറിയാതെ ഞാൻ പറഞ്ഞു പോയി. ക്രിസ്തു ഏറ്റവും മഹത്വപ്പെടുത്തി ഇന്ന് അടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്. അറിവില്ലായ്മ കൊണ്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ എല്ലാവർക്കും അറിയാമായിരിക്കാം കഥകൾ, പക്ഷേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് അറിയാൻ ശ്രമിച്ചപ്പോൾ മുതൽ അത് വിശുദ്ധനായി ഞാനും അംഗീകരിച്ച ആ കൂട്ടത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഏറ്റവും ശക്തിയുള്ള അസാധ്യകാര്യങ്ങളുടെ മാധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായുടെ നോവേന പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ 7 ദിവസത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ അത്ഭുതങ്ങൾ സാധിച്ചു തന്നു, എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തന്നു. ഇനിയുമുള്ള നിയോഗങ്ങൾ വെച്ചുള്ള പ്രാർത്ഥനകൾ ഞാൻ തുടരുകയാണ്. ഈ പ്രാർത്ഥന നടത്തിയാലും ഇല്ലെങ്കിലും
അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുതാപത്തെ ഓർത്ത് ഞാൻ സ്മരിക്കുന്നു. ഈ മഹത്വം ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി ഞാൻ ഈ മഹത്വം ഞാൻ വെളിപ്പെടുത്തുന്നു. എൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഇന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥന അർപ്പിച്ച് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ച് ഹല്ലേലൂയ സ്തുതി ഗീതങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ട് ഞാൻ ഇന്നിതാ സമർപ്പിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എന്നെ അങ്ങ് സഹായിക്കണമേ. എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായെ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ. 3 തവണ ഇത് പാടിയിട്ട് ആമേൻ ചൊല്ലി നിർത്താം. അത് കഴിഞ്ഞ് യൂദാ വിശുദ്ധ സ്ലീഹാ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക ദയാനിധേ. യൂദാ വിശുദ്ധ സ്ലീഹാ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക ദയാനിധേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഇപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഏതാണോ ആവശ്യം ഏറ്റവും നടക്കാതെ നമുക്ക് വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ, ആ നിയോഗം സമർപ്പിക്കുക. ഈ ആവശ്യത്തിലും അങ്ങെന്നെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ഞാൻ ലോകമെമ്പാടും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമീൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും എടുത്തുമാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമീൻ. ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കേട്ടിരുന്നു പോവും. അച്ഛനത് എന്ത് നന്നായിട്ടാണ് പാടുന്നതൊക്കെ, പാടുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സമാധാനമില്ലാതെ അലയുന്ന, കുടുംബത്തിൽ കഷ്ടതകൾ വിഷമിച്ച് കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലൊക്കെ മനസ്സ് തകർന്ന് ഇരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന വചനങ്ങളും ധ്യാനങ്ങളുമാണ്. ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷേ ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണിത് കേട്ടോ. അപ്പം അനുഗ്രഹം എന്ന ഭൂമിയെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്കിത് യൂട്യൂബിൽ യാദൃശ്യമായി കിട്ടിയതിൻ്റെ സന്തോഷവും ദൈവം എൻ്റെ പ്രാർത്ഥനകളും ഞാൻ എഴുതി സമർപ്പിച്ച പ്രാർത്ഥനകൾ അപ്പാടെ ആ അച്ഛൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ച ഓരോ കാര്യങ്ങളും യൂട്യൂബിൽ കേട്ട്, അപ്പോൾ അതേപടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അനുഭവിച്ച ഓരോ അനുഭവങ്ങൾ ഇതുപോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും വന്ന് സാക്ഷ്യം പറയാനുള്ള സാഹചര്യമോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ബുദ്ധി ദൈവം എൻ്റെ തലയിൽ തോന്നിപ്പിച്ചു, ഞാനിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. എൻ്റെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു ദൈവന് മുന്നിൽ ഞാൻ എല്ലാം എൻ്റെ ആത്മാവും ശരീരവും പ്രാർത്ഥനകളും കുടുംബവും ഒക്കെ ഓരോ വ്യക്തിയെ വരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പ്രാർത്ഥന പാടുകയാണേ. പൂജ്യനാം പുണ്യനാഥ യേശുവിൻ സ്നേഹദൂത, പൂജ്യനാം പുണ്യനാഥ യേശുവിൻ സ്നേഹദൂത, യൂദാത്ത ദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു, യൂദാത്ത ദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ആ പാട്ടിനകത്ത് തന്നെയുണ്ട്, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നെങ്കിലും, ഒറ്റിക്കൊടുത്തവന്റെ പേരിനാൽ പലരും മറന്നു നിന്നെയെങ്കിലും, മഹിമപ്രതാപമോടെ
പ്രതാപമോടെ വാനിലും പൂവിലും ദീപ്തിയാർന്ന ദീപമേ, മഹിമപ്രതാപമോടെ വാനിലും പൂവിലും ദീപ്തിയാർന്ന ദീപമേ, ക്ലേശം നിറഞ്ഞിടുന്ന പാതയിൽ ആശകളസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമീ തനയരിൽ കൃപ നീ ചൊരിയൂ ദയാനിധേ, കൃപ നീ ചൊരിയൂ ദയാനിധേ, കൃപ നീ ചൊരിയൂ ദയാനിധേ. ഈ പാട്ടിൽ എന്തർത്ഥമാണല്ലേ. ഒറ്റിക്കൊടുക്കുന്നവൻ്റെ പേരിൽ പലരും മറന്ന് നിന്നെയെങ്കിലും ഒന്ന്. സത്യം പറഞ്ഞാൽ ഞാനും ആ പേരിൽ ഒത്തിരി തള്ളിക്കളഞ്ഞ്. എനിക്ക് ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത്രയും മഹത്വപൂർണ്ണമുള്ളൊരു ദൈവത്തിനെ ഒറ്റിക്കൊടുത്ത് രൂപയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുള്ള കളെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഞാനത് ശരിക്കും അതൊക്കെ ഞാനും കുറ്റപ്പെടുത്തി തന്നെയായിരുന്നു ഇത്ര നാളും. പക്ഷേ ഇത്രയും മഹത്വം പൂർണ്ണം ദൈവം ക്ഷമിച്ച് കൊടുത്തെങ്കിൽ ആ അനുതപിക്കുന്നവരുടെ ആരാണോ എത്ര വലിയ തെറ്റ് ചെയ്താലും അവരെ ദൈവം പുറത്ത് മാപ്പാക്കി ഏറ്റെടുക്കുന്നൊരു ദൈവമാണ് നമുക്കിന്നുള്ളതെന്നുള്ളത് മഹത്വം ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ ബൈബിളൊക്കെ വാങ്ങിച്ച് അത് വായിച്ചു. പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഞാനെല്ലാം മനസ്സിലാക്കി. അതെനിക്കിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയതിൽ ഞാൻ അനുതപിക്കുന്നു. കാരണം ഞാൻ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിനെ എന്തിനിങ്ങനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയും. ക്രൂശിച്ചിട്ട് ദൈവമായിട്ട് പിന്നെയും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രൂശിച്ച് എല്ലാം കൂടെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ട് എന്തിനാണിങ്ങനെ വീണ്ടും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാവരും, അത് അന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു അനുതാപം ഞാനും പറയുന്നു ഇപ്പം. ദൈവമേ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയൊരു തെറ്റായിപ്പോയി കാശിൻ്റെ പേരിൽ, ആ കാശിനോടുള്ള അമിത മോഹം കൊണ്ട്. അപ്പം ആ അനുതപിച്ച് ക്ഷമിച്ച് പുറത്ത് ആ ദൈവം എത്ര മഹത്വപൂർണ്ണമുള്ളതാണെന്ന് എനിക്കറിയാൻ സാധിച്ചല്ലോ. അതിപ്പം ക്രിസ്തു ഇഷ്ടമുള്ള ദൈവമാണ് അറിയാം. എങ്കിൽ പോലും അത് പുറത്തു കൊടുത്ത് ഏറ്റവും വിശുദ്ധനാക്കി എടുത്തില്ലേ, അത്രയും മഹത്വം ദൈവം കാണിച്ചല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇത്. പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ തെറ്റുകളിൽ ഓരോ ആൾക്കാരെയും. ഇപ്പം കൽപ്പനകൾ പാലിക്കാതെ, മോശയുടെ കൽപ്പനകൾ പാലിക്കാതെ ഇരുന്ന സ്ത്രീയെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് ശ്രമിച്ചപ്പോൾ ക്രിസ്തു അവരെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അനുതപിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ രക്ഷ കൊടുക്കുന്ന കർത്താവിനെ അറിഞ്ഞ എന്നെ ഞാൻ ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ ആത്മാവും ശരീരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, സ്തുതിച്ച് പാടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത നിയോഗം ഞാൻ സമർപ്പിച്ച് അടുത്ത വ്യാഴാഴ്ചത്തേന് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അടുത്ത അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടുത്ത സാക്ഷ്യവുമായി ഞാൻ വരുന്നതായിരിക്കും. ഹല്ലേലൂയ.